ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ കൈപ്പക്ക കൊണ്ടാട്ടം തയ്യാറാക്കാം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതിനായി ഒരു വലിയ കൈപ്പക്ക ആണ് ഈ ഒരു റെസിപ്പിക്കായി എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. സാധാരണ കൈപ്പക്ക കൊണ്ടാട്ടത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു റെസിപ്പിയാണിത്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിനായി നമ്മൾ സാധാരണ കൊണ്ടാട്ടത്തിൻ്റെ അതേപോലെ തന്നെ മുറിച്ചെടുക്കുക. ഈ ഒരു വലിയ കൈപ്പക്ക വെച്ചിട്ടാണ് ഇന്ന് ഈ റെസിപ്പി ഞാൻ ചെയ്ത് കാണിക്കുന്നത്. കൂടുതൽ കൈപ്പക്ക വെച്ചും, അതായത് ഒന്നിലധികം കൈപ്പക്ക വെച്ചും ഇതേ റെസിപ്പി ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം കൈപ്പക്ക കൊണ്ടാട്ടത്തിൻ്റെ അതേ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കുക. സാധാരണ കൊണ്ടാട്ടം വെയിലത്ത് വെച്ച് നമ്മൾ മോരിലൊക്കെ മുക്കി വെയിലത്ത് ഉണക്കിയാണ് ഇത് സൂക്ഷിക്കാറുള്ളത്. മഴക്കാലത്തേക്ക് നേരത്തെ സൂക്ഷിച്ച് വെക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് സാധാരണ കൊണ്ടാട്ടങ്ങളിൽ ഇതിൻ്റെ കുരുവോടുകൂടി എടുക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്തെ വെളുത്ത ഭാഗവും ഈ ഒരു കുരുവും ഒഴിവാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു ഉള്ളിലെ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കനം കൂടാനും കുറയാനും പാടില്ല. അതായത് ഒരു മീഡിയം സൈസിലാണ് മുറിച്ചെടുക്കേണ്ടത്. കനം കൂടിയാൽ ഇതൊരു നന്നായി ക്രിസ്പിയായി കിട്ടില്ല. അതേപോലെ തന്നെ വളരെ കുറയാനും പാടില്ല. അതുകൊണ്ട് ചെറിയൊരു മീഡിയം സൈസിലാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക. എല്ലാം ഒരേപോലെ ഒരേ കനത്തിലെടുക്കാൻ സൂക്ഷിക്കുക. അത് ഈ ഒരു കനത്തിലാണ് ഈ ഒരു കൊണ്ടാട്ടം എടുക്കേണ്ടത്. ഇതേപോലെ ഒരു കൈപ്പക്ക മുഴുവനായി മുറിച്ചെടുക്കുക ഒരേ സൈസിൽ. അതായത് കനം കുറച്ച് ഇത് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ 3 പച്ചമുളക് നടുകെ കീറിയിട്ട് മുറിച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു മുറിച്ചെടുത്ത ഈ ഒരു കൈപ്പക്കയും ഈ പച്ചമുളക് നെടുകെ കീറിയിട്ട പച്ചമുളകും ഒരുമിച്ചെടുത്ത് ഇവ രണ്ടും ഇട്ട് ചെറിയ വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു പാനിൽ വെച്ച് ഈ ഒരു കൈപ്പക്കയും അതേപോലെ ഈ മുറിച്ചിട്ട പച്ചമുളകും ഇട്ടൊഴിക്കുക. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൂടുതലാവാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലായാൽ ഇതൊന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുക. ഈ ഒരു കൈപ്പക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിന് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഈ ഒരു കൈപ്പക്കക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം വേവിച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നീട് കൈപ്പക്ക വേവാൻ ആവശ്യമാണെങ്കിൽ പിന്നീട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇതിന് ആവശ്യമായിട്ട് ഇത് വേവാൻ കുറച്ചുകൂടി വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഉപ്പ് പാകമാവാൻ പാകമില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കൈപ്പക്ക വേവുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് കുറച്ച് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം മാത്രമാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കൈപ്പക്കയുടെ ഗുണങ്ങളൊന്നും പോകാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു റെസിപ്പിക്ക്. ആ റെസിപ്പിക്ക് ആവശ്യമുള്ള സാധനങ്ങളും വളരെ കുറവാണ്. കൈപ്പക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ, അതായത് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇത് നല്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുത്ത് കൊടുത്താൽ എളുപ്പത്തിൽ തന്നെ കഴിക്കുന്നതാണ്. ഇത് നന്നായി വെന്ത് വരികയാണ്. ഈ വെന്തതിന് ശേഷമാണ് നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കൈപ്പക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് ആവശ്യം ഇപ്പോൾ എണ്ണ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ, അതായത് കുറച്ച് മാത്രം എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 1-2 സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് മാത്രം, കുറച്ച് നന്നായി മുങ്ങിക്കിടക്കാൻ എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ പച്ച നിറത്തിലാണ് ഈ ഒരു കൈപ്പക്ക ഉള്ളത്. ഇതിൻ്റെ കൊണ്ടാട്ടത്തിൻ്റെ അതേ ഒരു കളറിൽ എത്തുന്നത് വരെ നമ്മളൊന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് മാത്രം എണ്ണയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ചെറുങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. നല്ല ടേസ്റ്റിൽ ഈ ഒരു കൊണ്ടാട്ടത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു കൈപ്പക്ക തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ കളറ് മാറുന്നത് വരെ ഒന്ന് ചെറിയ തീ ചൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കരിഞ്ഞു പോകുന്നതാണ്. ചെറിയ തീയിലിടാൻ ഇപ്പോൾ ചെറുങ്ങനെ ഒന്ന് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. മുഴുവനായും ആ ഒരു പച്ച നിറം പോകുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഈ ഒരു ചെറിയ തീയിൽ വേവിക്കേണ്ടതാണ്. ഇതിൻ്റെ പാകം എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ, ഒരു ഇളക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം, അതായത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് വരും. അതേപോലെ തന്നെ നല്ലൊരു മണവും വരുന്നതാണ് ഈ ഒരു റെസിപ്പി. അവസാനം ഇത് വെന്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു കൊണ്ടാട്ടത്തിൻ്റെ അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലും വന്നിട്ടുണ്ട്. ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നന്നായി വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കോരിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് തയ്യാറാക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.